ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമൂഹമാധ്യമത്തിലെ സഭ്യതരമായ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്നതിന് നിലവിലെ നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ശൈശവ വിവാഹമുക്തമാക്കുന്നതിനായി ബാൽ വിവാഹ് മുക്ത് ഭാരത് ക്യാമ്പയിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. ശബരിമല സന്നിധാനത്ത് കർപ്പൂര ദീപക്കാഴ്ചയൊരുക്കി ഇന്ന് 12 വിളക്ക്. ഇസ്കോൺ നിരോധനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ധാക്ക ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിനെതിരായ കൈക്കൂലി ആരോപണം, മണിപ്പൂരിലെയും സംഭാലിലെയും അക്രമ സംഭവങ്ങൾ എന്നിവ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സഭാധ്യക്ഷൻ നിരാകരിച്ചതോടെയാണ് പ്രതിഷേധം രൂക്ഷമായത്. രാജ്യസഭ 11:30 വരെയും ലോക്സഭ 12 മണിവരെയും നിർത്തിവച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സമൂഹമാധ്യമത്തിലെ സഭ്യതരമായ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്നതിന് നിലവിലെ നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇക്കാര്യം ബന്ധപ്പെട്ട പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിലയിരുത്തുമെന്നും അദ്ദേഹം ലോക്സഭയിൽ വ്യക്തമാക്കി. आज सोशल मीडिया और ओटीटी प्लेटफॉर्म का जो युग है, इसमें जो पुराने कई इंस्टीट्यूशंस थे, डेमोक्रेटिक इंस्टीट्यूशन, और जो एक प्रेस का एक प्रकार था, जिस प्रकार से एडिटोरियल कंटेंट होता था, एडिटोरियल चेक होता था, कोई भी चीज छप रही है वो सही है गलत है, उसके बारे में पूरा एक निर्णय लेके मीडिया के अंदर लाया जाता था, वो एडिटोरियल चेक आज खत्म हो गया है. 2021 ഐടി നിയമം ഒടിടി പ്ലാറ്റ്ഫോമുകളിലെ നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ തടയുന്നതായും കണ്ടന്റുകളെ പ്രായത്തെ അടിസ്ഥാനമാക്കി 5 വിഭാഗങ്ങളായി തിരിക്കുന്നതായും മന്ത്രി പറഞ്ഞു. സഭ്യതര ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിച്ചതിന് 18 ഒടിടി പ്ലാറ്റ്ഫോമുകളെ കേന്ദ്ര സർക്കാർ ഈ വർഷം ബ്ലോക്ക് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് 59,000-ഓളം വഖഫ് സ്വത്തുക്കൾ കൈയേറ്റം നേരിടുന്നുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു. വഖഫ് സ്വത്തുക്കളുടെ അനധികൃത കൈയേറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന വഖഫ് ബോർഡുകൾക്ക് അധികാരമുണ്ടെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ അറിയിച്ചു. വഖഫ് സ്വത്തുക്കളുടെ വിൽപ്പന, കൈമാറ്റം, പണയപ്പെടുത്തൽ എന്നിവ അസാധുവാണെന്ന് നിയമം അനുശാസിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ മേൽക്കൂര സോളാർ പ്ലാന്റ് സ്ഥാപിച്ച സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് മുന്നിൽ. രാജ്യത്ത് 26 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചതായും 6,16,000-ലധികം പ്ലാന്റുകൾ സ്ഥാപിച്ചതായും ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി ശ്രീപദ് നായിക് അറിയിച്ചു. ഇതിൽ 2,81,000-ലധികവും സ്ഥാപിച്ചത് ഗുജറാത്തിലാണ്. മഹാരാഷ്ട്രയ്ക്കാണ് രണ്ടാം സ്ഥാനം. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ഗവർണർ RN രവി രാഷ്ട്രപതിയെ സ്വീകരിച്ചു. കോയമ്പത്തൂരിലെത്തിയ രാഷ്ട്രപതി നാളെ ഊട്ടിയിലെ വെല്ലിംഗ്ടണിലെ പ്രതിരോധ സേനാ സ്റ്റാഫ് കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കും. മറ്റന്നാൾ നീലഗിരിയിലെ ഗോത്ര വിഭാഗങ്ങളുമായി രാഷ്ട്രപതി സംവദിക്കും. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15-നും 29-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഈ മാസം 25 മുതൽ ഡിസംബർ 5 വരെ നീളുന്ന ഡിജിറ്റൽ ക്വിസിൽ പങ്കെടുത്ത് തുടർ മത്സരങ്ങളിലേക്ക് യോഗ്യത നേടാനാകും. യുവജനങ്ങളുടെ നൂതന ആശയങ്ങൾ ഉന്നത തലങ്ങളിൽ എത്തിക്കുന്നതിനുള്ള അവസരമാണിതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 4 ഘട്ടങ്ങളായാണ് വികസിത് ഭാരത് ചലഞ്ച് സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാനും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കാനും അവസരമുണ്ടായിരിക്കും. രാജ്യത്തെ ശൈശവ വിവാഹ വിമുക്തമാക്കുന്നതിനായി ബാൽ വിവാഹ് മുക്ത് ഭാരത് ക്യാമ്പയിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ 130 ജില്ലകളിലാണ് ക്യാമ്പയിന് നടപ്പാക്കുന്നത്. ശൈശവ വിവാഹം ക്രിമിനൽ കുറ്റം എന്നതിലുപരി മനുഷ്യാവകാശ ലംഘനം കൂടിയാണെന്ന് മന്ത്രി പറഞ്ഞു. ചൈൽഡ് മാരേജ് ഫ്രീ ഭാരത് പോർട്ടലിന്റെ പ്രകാശനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News TVM X ഹാൻഡിലും ലഭ്യമാണ്. വയനാട് എംപിയായി പ്രിയങ്ക ഗാന്ധി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച UR പ്രദീപ്, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുടെ സത്യപ്രതിജ്ഞ ഡിസംബർ 4-ാം തീയതി നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ നടക്കും. ഝാർഖണ്ഡിൽ JMM നേതാവ് ഹേമന്ത് സോറൻ നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. റാഞ്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 81 അംഗ നിയമസഭയിൽ 56 സീറ്റിൽ വിജയം നേടിയാണ് ഹേമന്ത് സോറൻ തുടർഭരണം ഉറപ്പിച്ചത്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ആർ ബിന്ദു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. അവഗണനയും ചൂഷണവും അനാഥത്വവും അടക്കമുള്ള വയോജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളും വർദ്ധിച്ചുവരുന്ന ഉത്കണ്ഠയും പരിഗണിച്ചാണ് നടപടി. സന്നിധാനത്ത് 12 വിളക്ക് പ്രമാണിച്ച് കർപ്പൂര ദീപക്കാഴ്ച നടന്നു. 64,211 തീർത്ഥാടകരാണ് ഇന്ന് വൈകുന്നേരം 6 മണിവരെ സന്നിധാനത്തെത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സന്നിധാനത്ത് 12 വിളക്ക് പ്രമാണിച്ച് കർപ്പൂര ദീപക്കാഴ്ച നടന്നു. കൂടാതെ കൊടിമരച്ചുവട്ടിലെ വിളക്കുകളും കത്തിച്ചു. ഇന്ന് വൈകിട്ട് 6 വരെയുള്ള കണക്കനുസരിച്ച് 64,211 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തി 54,700 പേരും തത്സമയ ബുക്കിംഗിലൂടെ 9,511 പേരും ദർശനം നടത്തി. സന്നിധാനത്ത് ഇന്നുച്ചയ്ക്ക് വഴിപാടായി അങ്കിചാർത്തും കലശാഭിഷേകവും നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം പുഷ്പാഭിഷേകം നടക്കും. മലയാളികളായ തീർത്ഥാടകർ ഏറെ എത്തുന്നത് 12 വിളക്കിനു ശേഷമാണ്. ഇസ്കോൺ നിരോധനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ധാക്ക ഹൈക്കോടതി. ഇത് സംബന്ധിച്ച റിട്ട് ഹർജി പരിശോധിക്കുകയായിരുന്നു ബംഗ്ലാദേശ് കോടതി. അതിനിടെ ഇസ്കോൺ ആത്മീയ നേതാവും സനാതൻ ജാഗരൺ മഞ്ച് വക്താവുമായ ചിന്മയ് പ്രഭുവിനെ ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിനിടെ അഭിഭാഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 6 പേരെ ചിറ്റഗോങ് പോലീസ് അറസ്റ്റ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ധാക്ക പോലീസ് അറസ്റ്റ് ചെയ്ത ചിന്മയ് പ്രഭുവിന് കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നൂറുകണക്കിന് ഭക്തർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിനായുള്ള പ്രവർത്തനങ്ങളിലാണ് ചിന്മയ് പ്രഭു ഏർപ്പെട്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ മതമൌലികവാദികളുടെ നിയന്ത്രണത്തിലാണെന്ന് സംഭവം സൂചിപ്പിക്കുന്നതായും പാർലമെന്റിന് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ വിമർശിച്ച് BJP. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് EVMനെ വിമർശിക്കുന്നതെന്ന് പാർട്ടി വക്താവ് സാംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇസ്രയേലും ലബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. സംഘർഷം കുറയ്ക്കാനും സംയമനം പാലിക്കാനും സംഭാഷണത്തിന്റെയും നയതന്ത്രത്തിന്റെയും മാർഗ്ഗം സ്വീകരിക്കാനാണ് ഇന്ത്യ എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്ന പ്രത്യാശയും ഇന്ത്യ പങ്കുവച്ചു. സാമ്പത്തിക വളർച്ചയ്ക്ക് ശക്തി പകരും എന്നതിനാൽ വടക്കുകിഴക്കൻ മേഖലയിലെ വിനോദസഞ്ചാര അടിസ്ഥാന സൌകര്യ വികസനത്തിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായി കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അന്താരാഷ്ട്ര ടൂറിസം മാർട്ടിന്റെ 12ാം പതിപ്പ് കാസിരംഗ നാഷണൽ പാർക്കിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 230 പോയിന്റ് ഉയർന്ന് 80,234ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 80 പോയിന്റ് നേട്ടത്തിൽ 24,275ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ കൂടി 56,840 രൂപയും ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 7,105 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സമൂഹമാധ്യമത്തിലെ സഭ്യേതരമായ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുന്നതിന് നിലവിലെ നിയമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന്റെ ഭാഗമായ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ശൈശവ വിവാഹ വിമുക്തമാക്കുന്നതിനായി ബാൽ വിവാഹ് മുക്ത് ഭാരത് ക്യാമ്പയിന് തുടക്കം കുറിച്ച് കേന്ദ്ര സർക്കാർ. ശബരിമല സന്നിധാനത്ത് കർപ്പൂര ദീപക്കാഴ്ച ഒരുക്കി ഇന്ന് 12 വിളക്ക്. ഇസ്കോൺ നിരോധനവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് സർക്കാരിനോട് നിലപാട് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ധാക്ക ഹൈക്കോടതി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.